ചന്ദ്രമോളെ, 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 അവള് വരുന്നുണ്ട്. ആര്? ദേ വരുന്നു, ദേവിക. ഈ വീട്ടിലേക്ക് തന്നെ അവള് വരുന്നത്? ഒന്ന് കാണാൻ വേണ്ടി വന്നതാടി. നിന്നെ കണ്ട് ചിലതൊക്കെ പറഞ്ഞുറപ്പിക്കാനും തീർക്കാനും വേണ്ടി വന്നതാ. ഇറങ്ങിപ്പോടി. വഴിയെ കൂടെ പോന്നവർക്കെല്ലാം വലിഞ്ഞു കയറി വരാനുള്ളതല്ല ഈ വീട്. അല്ലെങ്കിലും ഈ വീടൊരു സത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളുടെ ആതിഥേയത്വം സ്വീകരിച്ച് ഉണ്ടുറങ്ങി കഴിയാൻ വേണ്ടി വന്നതും അല്ല. ഒരു വെയിലത്തുനിന്ന് മാറി ഇത്തിരി തണൽ കൊണ്ടേക്കാം എന്ന് കരുതി കയറിയതും അല്ല. വന്നത് എന്തിനാണെന്ന് ഇവൾക്കറിയാം. ഈ ചന്ദ്രലേഖയ്ക്ക്, ചന്ദ്രമോൾക്ക്. നമ്മളെ തമ്മില് ഇടപാടൊന്നും ഇല്ലല്ലോ. ഇല്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. ഓർത്തു നോക്കുമോളെ, ചിലപ്പോ കാണും. നിങ്ങൾ മിണ്ടായിരിക്കെ. ഈ വീട്ടിൽ കയറി ധിക്കാരം പറയാൻ ഒരുത്തിയെ ഞാൻ അനുവദിക്കത്തില്ല. ചേച്ചി, ധിക്കാരം പറയാനല്ല, കാണിക്കാനാ ഞാനിവിടെ വന്നത്. കണക്കുകളെല്ലാം അപ്പപ്പ തീർത്തു പോണ്ടേ? അല്ലെങ്കിൽ മോശല്ലേ? അല്ലേ അച്ഛാ? അച്ഛന്റെ അഭിപ്രായം എന്താ? അത് തന്നെയല്ലേ? പിന്നല്ലാതെ. ഒന്നും പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കരുത്, അത് പിന്നെ ബാധ്യതയാവും. അതാണ് ആ പറഞ്ഞതാണ് അതിന്റെ ഒരു ന്യായം. ബാധ്യതയാവും. സിദ്ധു ക്ഷമിക്കണം കേട്ടോ, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. ഇവളുടെ അച്ഛന് ഒരു സമ്മാനം കൊടുക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ഇനി വൈകിയാ ശരിയാവത്തില്ല. എന്നാ പിന്നെ നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. എന്തു പറയുന്നു ചന്ദ്രമോളെ? റെഡിയല്ലേ? എന്ത് സമ്മാന നീ എന്റെ അച്ഛന് കൊണ്ടുവന്നിരിക്കുന്നെ? ഇതാടി ഞാൻ കൊണ്ടുവന്ന സമ്മാനം. ഇതെന്തിനാണെന്ന് അങ്ങേർക്ക് മനസ്സിലാവും. നീ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ദേവിയക്ക് അടുക്കളപ്പണി മാത്രല്ല, ഇങ്ങനെ ചിലതും കൂടി അറിയാന്ന്. നീ എന്നെ തല്ലിയല്ലേ? ദേവികയെ ചുമ്മാ ഇരിക്ക്. ദേവികയെ മനുഷ്യൻ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാന് വിടാൻ. വേണ്ടി വന്ന കൊല്ലും. എന്നെ നിങ്ങളാരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ തലയിൽ കയറി നിരങ്ങും അല്ലേ? ഇതൊരു സാമ്പിളാ. ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാടെണ്ണം വരും. എന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുത്തരുത്. അത് നന്നായിരിക്കില്ല നിനക്കും നിന്റെ അച്ഛനും. കേട്ടോടി നടേശന്റെ മോളെ. എന്നാ പിന്നെ ശരി അച്ഛാ. ചേച്ചി ശരി എന്നാ. സിദ്ധു, ചേട്ടച്ച പോയിട്ട് വരട്ടെ.